പല മേഖലകളിലും ഈ ഉരുൾപൊട്ടൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റെഡ് സോണുകളാണോ ഈ ഉരുൾപൊട്ടി പോരുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങൾ, മലയോര മേഖലകളുടെ? ഈ റെഡ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പല അതോറിറ്റികളും ഈ ഭൂപ്രകൃതിയെ രണ്ടായിട്ട് തരം തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കണ്ടെത്തലുകൾ സ്റ്റഡീസ് നടത്തിയതിന് ശേഷം, റിസർച്ച് നടത്തി സ്റ്റഡി ചെയ്തതിന് ശേഷം കണ്ടെത്തിയ മേഖലകളാണ് റെഡ് സോൺ ഏരിയകളായിട്ട് തിരിച്ചിട്ടിരിക്കുന്നത്. ആ റെഡ് സോൺ മേഖലകളിൽ ഒരു രീതിയിലുമുള്ള കൺസ്ട്രക്ഷൻ നിലവിൽ അപ്രൂവൽ ഇല്ലാതെ ഉള്ള കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ വീടുകൾ വെക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ പോപ്പുലേഷൻ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലുള്ള കൺസ്ട്രക്ഷനുകൾ നിർബന്ധമായും ബാൻ ചെയ്യേണ്ടതാണ്. നിർബന്ധമായിട്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാൻ ചെയ്യണം. അതുപോലെ തന്നെ ഓറഞ്ച് സോണിൽ നിർമ്മിക്കാം. ഈ ഓറഞ്ച് മേഖല എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ നമുക്ക് കെട്ടിടം വെക്കാമല്ലോ. അപ്പം ഈ ഓറഞ്ച് മേഖലകളിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പോസിബിളാണ്. ഗ്രീൻ സോണിൽ നടക്കുന്ന പോലെയുള്ള കൺസ്ട്രക്ഷൻസ് ഓറഞ്ച് സോണിൽ പാടില്ല. അപ്പം അങ്ങനെ ഭൂപ്രകൃതിയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ മലനിരകളെയും മറ്റുള്ള റിസർവ് ഫോറസ്റ്റ് ഏരിയയും ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് മാത്രമുള്ള കൺസ്ട്രക്ഷനെ പാടുള്ളൂ. പരിസ്ഥിതി ലോലമായ മേഖലകളിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിലവിലുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഗവൺമെൻറ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല.